നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലങ്ങളായി തിരുവനന്തപുരം കുണ്ടും കുഴിയിലും കിടക്കുകയായിരുന്നു. റോഡിലൂടെയുള്ള വാഹനയാത്ര, എന്തിനേറെ കാൽനട യാത്രക്കാർക്ക് പോലും അതിസാഹസികമായ യാത്രകളായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റിരുന്ന് തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി റോഡ് അങ്ങ് വന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അടിയോടടിയായിരുന്നു. അതായത് മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി എം.ബി. രാജേഷും തമ്മിൽ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിലാണ് പൊരിഞ്ഞ അടി നടന്നത്. ഈ അടിയോടുകൂടി ആകെ നാണം കെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ സർക്കാരും പാർട്ടിയും. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറിയതിന് പിന്നിലെ കാരണം തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും മന്ത്രി എം.ബി. രാജേഷ് ഇത് നിഷേധിച്ചുകൊണ്ട് ഒരു കുറിപ്പിറക്കാത്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കടുത്ത കലിപ്പിലാണെന്ന്. അതായത് റിയാസും എം.ബി. രാജേഷിന്റെയും വകുപ്പുകൾ തമ്മിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിൽ പരസ്പരം പോര് നടന്നത് വലിയ ഒരു പരിഹാസമായി പുറത്തു വന്നിട്ടും അത് തിരുത്താൻ അല്ലെങ്കിൽ അത് നിഷേധിക്കാൻ എം.ബി. രാജേഷ് തയ്യാറായില്ല. മരുമകനെ നിർത്തി അപമാനിച്ച എം.ബി. രാജേഷിനോട് കട്ടക്കലിപ്പിലാണ് മുഖ്യമന്ത്രിയെന്ന്. പണം ചെലവഴിച്ച തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണമെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇക്കാര്യം തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നേരിട്ടറിയിച്ചതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്നായിരുന്നു വാർത്ത. ഇത്തരം റിപ്പോർട്ടുകൾ ചാനലുകളിൽ ചർച്ചയായിട്ടും തദ്ദേശ മന്ത്രി അത് നിഷേധിച്ചില്ല. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു പോര് നടന്നിട്ടുണ്ട് എന്നും റിയാസിനിട്ട് ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എം.ബി. രാജേഷ് ഇത് നിഷേധിക്കാത്തത് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. സർക്കാരിൻ്റെ പ്രതിച്ഛായ പ്രശ്നമായതിനാൽ വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറിപ്പിറക്കിയിരുന്നു. അപ്പോഴും സംശയങ്ങൾ തുടരുന്നു. എം.ബി. രാജേഷ് വാർത്തയെ അസംബന്ധമെന്ന് തുടക്കത്തിലെ പറഞ്ഞിരുന്നുവെങ്കിലും സർക്കാരിനെ ബാധിക്കുന്ന ഒരു ചർച്ച ഒഴിവാക്കാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് കുറിപ്പിട്ടപ്പോഴും ആ കുറിപ്പൊന്ന് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിഷേധിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ അബദ്ധമാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്ന് പോലും പറയാൻ എം.ബി. രാജേഷ് തയ്യാറായില്ല. ചടങ്ങിൽ പങ്കെടുക്കാത്തത് അനാരോഗ്യം കാരണമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രചാരണം സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ശോഭ കെടുത്താനാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത്. നൂതന രീതിയിലും ആധുനിക നിലവാരത്തിലും നിർമ്മിച്ച സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തുവെങ്കിലും ഉദ്ഘാടനം നടത്തിയിരുന്നില്ല. പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സുകളും ഉൾപ്പെടുത്തി നഗരത്തിൽ വലിയ പ്രചാരണമാണ് ഉദ്ഘാടനത്തിന് മുൻപ് നടന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും പണം ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായാണ്. 200 കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ 80 കോടി കേന്ദ്ര സർക്കാർ ഫണ്ട്, ബാക്കി 80 കോടി പോയത് തദ്ദേശ ഭരണ വകുപ്പിന്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. കോർപ്പറേഷൻ 40 കോടി ചെലവാക്കി. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ 10 പൈസ പോലും ചെലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് എടുത്തതിലെ വിയോജിപ്പ് തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചുവെന്നായിരുന്നു വിവരങ്ങൾ. ഈ വാർത്ത പുറത്തു വന്നിട്ടും 2 വകുപ്പുകൾ തമ്മിൽ അടി നടക്കുകയാണ് എന്നുള്ള പരിഹാസങ്ങൾ, ട്രോളുകളൊക്കെ നിറഞ്ഞിട്ടും ഇതൊന്നും നിഷേധിക്കാൻ തയ്യാറാകാതെ എം.ബി. രാജേഷ് നിന്നതാണ് മുഖ്യമന്ത്രിയെ വലയ്ക്കുന്നത്. എം.ബി. രാജേഷിന്റെ എതിർപ്പ് മനസ്സിലാക്കി മുഖ്യമന്ത്രി പരിശോധിക്കാമെന്ന് മറുപടി നൽകി പരിപാടി റദ്ദാക്കി ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിനെയാണ് അനാരോഗ്യം പറഞ്ഞ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്നാക്കിയത്. എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും അടുത്ത ദിവസം രാവിലെ മുതൽ നിശ്ചയിച്ച പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പേരിൽ മുഹമ്മദ് റിയാസിന് വലിയ പരിഗണന ലഭിക്കുന്നുവെന്ന ആക്ഷേപം മുതിർന്ന പല നേതാക്കൾക്കുമുണ്ട്. വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം വകുപ്പ് ഫയലിലാക്കിയതിലെ അമർഷം ഇതിനു മുൻപ് മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. മന്ത്രി റിയാസിനെതിരെ തിരിയുന്ന വാർത്തയായി റോഡിലെ ഉദ്ഘാടനം മാറി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത ഉണ്ടായതെന്നും ആരാണ് വിവരങ്ങൾ ചോർത്തിയത് എന്നൊക്കെ തലപുകഞ്ഞിരിക്കുകയാണ് CPM. എം.ബി. രാജേഷ് നിഷേധിക്കാത്തത് എന്തെന്ന ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഉയർത്തുന്നുണ്ട്. വാർത്ത തെറ്റാണെന്ന് എം.ബി. രാജേഷും താമസിയാതെ ബോധിപ്പിക്കും. എന്നാൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇല്ലാതെ തന്നെ നിഷേധക്കുറിപ്പ് വരണമായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തത്തിന് വിരുദ്ധമായ വാർത്തകളോട് അതിവേഗ പ്രതികരണങ്ങൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം വിവാദത്തിൽ മൗനം പാലിച്ച മന്ത്രി രാജേഷിനെ മുഖ്യമന്ത്രി നേരിട്ട് താക്കീത് ചെയ്തേക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്.
CPM സെക്രട്ടേറിയറ്റിലും തന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി അറിയിച്ചേക്കും. ഇതിനിടെ മറ്റൊരു വാർത്ത ഉള്ളത് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. NCPയിൽ നിന്നും വനം വകുപ്പ് CPM ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനോടൊന്നും പക്ഷേ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതെല്ലാം ഒരു സൂചനകളായിട്ടും അഭ്യൂഹങ്ങളായിട്ടും കിടന്നിങ്ങനെ കറങ്ങി തിരിയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.